ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോഴേ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ആയിരുന്നു കേട്ടോ. ഞാൻ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഉണ്ടാക്കിയതാണ്. അച്ചായിക്ക് ക്ഷേത്രത്തിലേക്ക് കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇഡ്ഡലി നല്ല തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പമാണ് കേട്ടോ ഇഡ്ഡലി എടുക്കാനായിട്ട്. അപ്പൊ ഇഡ്ഡലിയോട് ഞാൻ സാമ്പാറും കാര്യങ്ങളൊന്നും വെച്ചില്ല, കാരണം ഇന്നലെ രാത്രിയിലായിരുന്നു കേട്ടോ മലക്കറിയൊക്കെ പോയി കഴിച്ചുകൊണ്ട് വന്നത്. അപ്പം ഇഡ്ഡലിയുടെ കൂടെ ഉള്ളിയും പരിപ്പും തക്കാളിയും കറിയാണ് വെച്ചിരുന്നത്. 100 രൂപയുടെ മലക്കറിയാണത്. 100 രൂപയുടെ മലക്കറിയും പിന്നെ ഞാൻ 1 കിലോ സവാള മേടിച്ചു. 1 കിലോ സവാളക്ക് 40 രൂപയാണ്. അപ്പോഴേ ഇന്നാണെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് എന്റെ അസീസിയ മെഡിക്കൽ കോളേജിലോട്ട് പോകണം എനിക്ക് കേട്ടോ. നമ്മുടെ പല്ലിന്റെ എല്ലാം ഇന്നൊന്ന് കാണിക്കേണ്ട ദിവസമാണ്. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടോ? ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ, നമ്മളെ ഡെയിലി വ്ളോഗാണ്, അപ്പൊ നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒന്ന് കമന്റ് ഇട്ടേക്കണേ, മടിക്കല്ലേ കേട്ടോ. ഇതാണ് നമ്മുടെ 100 രൂപയ്ക്ക് നമ്മൾ മേടിച്ച മലക്കറികൾ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇതിന്റെ പുറത്തോട്ട് അങ്ങ് തട്ടിയിട്ട് കൊടുക്കാം. മുറത്തിലായിരുന്നു തട്ടിയിടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കർക്കിടകത്തിന് വീടെല്ലാം വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഓർക്കാതെ മുറത്തിനകത്തെല്ലാം കൊണ്ട് കളയണം എന്ന് പറഞ്ഞപ്പോൾ ആ മുറവും കൂടെ കൊണ്ടങ്ങ് കളഞ്ഞു പോയി കേട്ടോ. പഴയ മുറവായിരുന്നു ഇടണം, മേടിക്കണം ഇനിയിപ്പം അതെല്ലാം അങ്ങോട്ട് ഞാൻ തട്ടി മാറ്റിയിട്ട് ആ നേരത്തിനാണെങ്കിൽ രാവിലെ അമ്മ ഇവിടെ തന്റെ അരി അടപ്പയിലേക്ക് ഇടുവാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അസീസിയ മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ട ഡേറ്റ് ആണ് കേട്ടോ. ഡേറ്റ് അല്ല, എന്നാലും നേരത്തെ ചെല്ലാൻ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു എന്താ പറയുക, ഒരു മുന്നൊരുക്കം ഇല്ലാതാണ് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ അതേ ആ സമയം തന്നെ ഞാൻ അവിയലിനുള്ള വെജിറ്റബിൾസ് എല്ലാം പ്രത്യേകം ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ച് ബാക്കിയുള്ള എല്ലാം ഫ്രിഡ്ജിലോട്ടൊക്കെ മാറ്റി വെച്ച്. ഇനി ഇവിടെ പടി കഴിയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ പാത്രങ്ങളൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും കാണുന്നവർക്ക് അറിയാം, പാത്രങ്ങളൊക്കെ ഞാൻ വെയിലത്ത് ഉണങ്ങാൻ നല്ല വെയിലുണ്ടെങ്കിൽ ഈ പടിയിലാണ് വെക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ തങ്കമണി പൂച്ച ഇവിടെ വന്ന് കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു വീണാൽ അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ കഴുകിട്ടേ പാത്രം വെക്കത്തുള്ളൂ കേട്ടോ. ഇനി ഈ നേരം കൊണ്ട് അകത്തേക്ക് വന്ന് ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ കൊല്ലം ബീച്ചിൻ്റെ അടുത്ത് പോയാണ് മീനൊക്കെ മേടിക്കുന്ന ആഴ്ചയിലൊക്കെ ഒരു ദിവസം കേട്ടോ. അപ്പം മെനങ്ങാന്നാണെങ്കിൽ ഇതിലേക്ക് ഒരു മാമൻ മീൻ കൊണ്ടുവന്നേ, നെത്തോലിയാണ് കൊണ്ടുവന്നത്. ഞാൻ 100 രൂപയ്ക്ക് മേടിച്ച് 2 ദിവസമായിട്ട് എടുത്ത് കുറച്ചിങ്ങനെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നെത്തോലി എല്ലാം രാവിലെ തന്നെ വെട്ടി അങ്ങോട്ട് മാറ്റി വെച്ച് അതിനുശേഷം നെത്തോലി കറി വയ്ക്കാൻ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കുവാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കറണ്ട് പോയിട്ടുണ്ട്. ഇനി വൈകുന്നേരം 4-5 മണിക്കേ വരത്തുള്ളൂ കേട്ടോ. നമ്മുടെ കുടിക്കാൻ വെച്ച വെള്ളം തിളച്ചു ഫ്ലാസ്കിനകത്തേക്ക് ഒഴിച്ച് വെച്ചു കേട്ടോ. രാത്രിയിലൊക്കെ അമ്മയ്ക്ക് പെട്ടെന്ന് ചുമ വന്നാലോ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും ചൂടുവെള്ളം വേണമെങ്കിൽ കുടിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ വെള്ളം ആദ്യമേ അങ്ങ് തിളപ്പിച്ച് താണ്ട് അങ്ങോട്ട് മാറ്റി വെച്ച് ചോറാണ് റൈസ് കുക്കറിൽ താണ്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 10-10:30 ആയപ്പോഴത്തേക്കും നമ്മൾ ചോറ് ഊറ്റിയിട്ടിട്ടുണ്ട്. ഇനി മീൻകറി വെക്കാൻ പോവാണ്. എണ്ണ ഒഴിച്ച് നമ്മൾ കടുകിട്ടു. അതിനകത്തേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചതാണ് കേട്ടോ. അതും കൂടെ ചൂടായ എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഒരു പച്ചമുളക് കീറിയത്, തക്കാളി, വടക്കം പുളിയാണ്, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ല പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ ഇളക്കി നമുക്കൊന്ന് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെക്കാം, അവിടെ നിന്ന് വേവട്ടെ. ഈ നേരത്തിന് നമുക്ക് അവിയൽ വെക്കാം. എണ്ണ ഒഴിച്ച് കടുകിട്ടു, കറിവേപ്പില ഇട്ടു. ഇനി ഇതിനകത്തേക്ക് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി എല്ലാം കൂടെ കൈകൊണ്ട് തന്നെ ഞെവിടി അങ്ങനെ അരപ്പ് തയ്യാറാക്കി കേട്ടോ. പിന്നെ നമ്മുടെ മലക്കറി എല്ലാം നമ്മുടെ കുക്കറിനകത്ത് ഒരു വിസിൽ കേട്ടപ്പോഴത്തെ തയ്യാറാക്കി ഊറ്റിയെടുത്ത് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മലക്കറി വേവിക്കുമ്പോൾ അതിനകത്ത് ഉപ്പും കൂടി ഇട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് അരപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അഥവാ വേണമെന്നുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ തൂവി കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ അവിയലോട് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ തയ്യാറാക്കിയ നേരത്തിന് മീൻകറിയുടെ മസാല എല്ലാം തയ്യാറായിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് വേണ്ട പൊടികൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി കേട്ടോ. എല്ലാ പൊടികളും നല്ല രീതിയിലൊന്ന് മൂത്ത് പച്ചമണം മാറിയപ്പം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇത്രയും വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ചും കൂടി വെള്ളം, നമ്മുടെ പൊടിയുടെ അളവനുസരിച്ചാണല്ലോ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം എല്ലാം ഒഴിച്ച് കറി നല്ല വെട്ടി ഇങ്ങനെ തിളച്ച സമയം ആയപ്പോഴത്തേക്കാണ് ഞാൻ നമ്മുടെ നെത്തോലി ഇട്ട് കൊടുത്തത് കേട്ടോ. ഇപ്പോഴത്തേക്ക് സമയം ഏകദേശം 10:45 കൃത്യം 11:05 ആകുമ്പോഴത്തേക്ക് അച്ചായി വരും. 12 മണിയാകുമ്പോൾ എനിക്ക് അസീസിയ മെഡിക്കൽ കോളേജിൽ നിൽക്കണം കേട്ടോ. ഇന്ന് നമുക്ക് അപ്പോയിൻമെൻറ്റ് ഉള്ള ദിവസമല്ല. എനിക്ക് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് പറഞ്ഞിരുന്നത് 29-ാം തീയതിയാണ് ഈ മാസം. പക്ഷേ എനിക്ക് ചെറിയ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡോക്ടർ നേരത്തെ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ കണ്ടില്ലേ, കറിയും കാര്യങ്ങളെല്ലാം അവിടെ ആക്കി വെച്ചിട്ട് കൊടുത്തിട്ട് ഞാൻ പോയിരുന്നു. ബാക്കി ജോലികളെല്ലാം അമ്മ അങ്ങ് നോക്കിക്കോളും കേട്ടോ. അമ്മ തുണി കഴിയും ബാക്കി എല്ലാ ജോലികളും ചെയ്തോളും. അപ്പോൾ ഞാൻ അച്ചായി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി ഇനി പോരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയുടെ എയർ കുറവായിരുന്നേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി എയർ ചെക്ക് ചെയ്യുവാണേ. ബാക്കിൽ എയർ ആണെങ്കിൽ ഒട്ടുമില്ല. നമുക്കിങ്ങനെ വണ്ടി ഓടിപ്പോകുമ്പം എയർ ഇല്ലെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ.
അങ്ങനെ എന്തായാലും എയറൊക്കെ അടിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അസീസിയ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല മലയോര മേഖലയാണ്, മിയന്നൂർ ആ സൈഡാണ്, നല്ല രസമാണ് കേട്ടോ. നമ്മൾ പത്തനംതിട്ട ആ സൈഡിലോട്ടൊക്കെ പോകുന്ന ഫീലാണ്. അച്ചായിയുടെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ നമ്മൾ ആ ഇടുക്കിയിലോട്ട് പോകുന്ന റൂട്ട് പത്തനംതിട്ട എല്ലാം കഴിഞ്ഞാണല്ലോ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ പച്ചപ്പും ഹരിതാപവും പ്രകൃതി മനോഹരവും ഒക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ട് എപ്പോൾ പോയാലും ഞാൻ സ്ഥിരം അച്ചായി എടുത്ത് പറയുന്ന ഒരേ ഒരു ഡയലോഗേ ഉള്ളൂ. അച്ചായി നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ ഇത് പത്തനംതിട്ട കണക്ക് തോന്നുന്നില്ലേ എന്ന് പറയും. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. പേടിച്ചാണ് പോയത്, കാർ എടുത്തില്ല, സ്കൂട്ടറിലാണ് പോയത്. അങ്ങനെ എന്തായാലും നമ്മളിത് അസീസിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റിസപ്ഷൻ കൗണ്ടറിൽ വന്നിട്ട് നമ്മുടെ കാർഡ് കാണിക്കണം, എങ്കിൽ നമുക്ക് ഫയൽ തരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫയലും എല്ലാം മേടിച്ച് ഞാൻ നേരെ വന്ന് നമ്മുടെ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ഉണ്ട്, പ്രൊഫസറും ആരും ഇല്ല, ഡോക്ടർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം ഇറങ്ങി ജാനൌഷധിയിലോട്ട് വന്നിട്ടുണ്ട് വരുന്ന വഴി കേട്ടോ. അമ്മയ്ക്ക് ഇവിടെ നിന്നാണ് നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അങ്ങനെ എല്ലാ പരിപാടികളും തീർന്നിട്ട് നേരെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കൃത്യം 1 മണി 1:15 ആയിട്ടുണ്ടായിരുന്നേ. കറണ്ടില്ലല്ലോ, കറണ്ടില്ലാത്തതുകൊണ്ട് നല്ല ചൂടുവാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ടാറ്റ കാണിച്ചപ്പോഴത്തേ അമ്മ ഒരു ടാറ്റ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സമയം ഇപ്പോൾ എത്രയെന്ന് ചോദിച്ചാൽ വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന വഴിക്ക് ഒരു വെജിറ്റബിൾ പപ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ഒരു കടി 4 മണിക്ക് വേണമല്ലോ ഇവിടെ. പ്രധാനമായിട്ട് എനിക്ക് അച്ചായിക്കല്ല, അമ്മയ്ക്ക് വൈകുന്നേരം തേയിലവെള്ളം കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ. അങ്ങനെ അന്നേരം ആ സമയത്ത് അമ്മ ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ തേയിലവെള്ളം കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അച്ചായിക്ക് ഇനി കുളിക്കാൻ പോകുന്നതിന് മുമ്പ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് 2 മിനിറ്റ് ഇങ്ങനെ നിന്ന് ദിവാങ്കോട്ടിൽ സെറ്റിൽ കിടന്ന് റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ആ നേരത്തെ നമ്മൾ രാവിലെ അമ്മ തന്നെ തുണിയെല്ലാം കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കഴുകിയ തുണിയെല്ലാം ഞാൻ പോയി പറക്കി എടുത്തുകൊണ്ട് വന്ന് അങ്ങ് മടക്കി വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് അച്ചായിയുടെ മുണ്ട് നേരിതെല്ലാം നല്ല വെളുത്തിട്ടുണ്ടെന്നേ. അങ്ങനെ അച്ചായി കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനാണെങ്കിൽ എൻ്റെ ഒരു പുതിയ ഫ്രോക്ക് നൈറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഫുൾ ഷേപ്പ് അടിക്കുക കേട്ടോ. കാര്യം നമ്മൾ പുതിയത് മേടിച്ചാലും അവർ ഒരൊറ്റ അടിയേ അടിക്കത്തുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് ഒന്നും അടിക്കാതിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. അപ്പോൾ അച്ചായിയാണ് ഞാൻ പറഞ്ഞില്ലേ, തലേ താരൻ്റെയൊക്കെ ഇഷ്യൂസ് വന്നതുകൊണ്ട് തന്നെ ഇതുപോലൊരു സാധനം തലയ്ക്കകത്ത് വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റ് വെക്കാൻ അനുവദിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഈ വെക്കുന്ന നമ്മൾ എത്ര തലയിൽ എന്തെല്ലാം താരൻ്റെ മരുന്നുകൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. കാര്യം ആ ഹെൽമെറ്റിനകത്ത് പിന്നെയും അഴുക്കും പൊടിയും കാണുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമ്മുടെ തലയിലോട്ട് അതങ്ങോട്ട് എഫക്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അങ്ങനെ നമുക്കൊരു ഇവിടെ ഏകദേശം ഒരു 4:45 സമയമായിട്ടുണ്ട്. എന്നാലും നമ്മുടെ സിറ്റ് ഔട്ടിൽ നല്ല വെയിലാണ്. സ്ഥിരം നമ്മുടെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാം കേട്ടോ. അങ്ങനെ അച്ചായി ഇതേ പോവാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ചായി തന്നെ ഗേറ്റ് തുറക്കും. ഞാൻ ഗേറ്റ് തുറക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അവിടെ കുറച്ച് ഫ്രണ്ടിലത്തെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അച്ചായി പോകുന്ന വ്ളോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അവിടെ കാറൊക്കെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അച്ചായി ക്ഷേത്രത്തിലേക്ക് പോയി. ആ നേരത്തിന് അമ്മയാണെങ്കിൽ കുളിക്കാനായിട്ട് പോയി. അപ്പം ഞാൻ എൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വൈകുന്നേരത്തത് പെരതൂപ്പാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ പണികളാണ് നമുക്ക് കേട്ടോ. എന്താ പറയുക, വൈകുന്നേരം ആയാലും എപ്പോഴായാലും എപ്പോഴും നോക്കിയാലും ജോലികളാണല്ലോ. അങ്ങനെ കുളിക്കാൻ പോയെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അമ്മ നോക്കിയപ്പോൾ അടുക്കളയിൽ ഒരു സൗണ്ട്. അമ്മ കുളിക്കാൻ പോയിട്ടില്ല. അമ്മയാണെങ്കിൽ എളുപ്പപ്പണി, ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയുന്ന കണക്ക് അമ്മ ചപ്പാത്തി, അമ്മയ്ക്കുള്ള അച്ചായിക്കുള്ള ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്തൊരു ചരുവത്തിൽ കാണുന്ന എനിക്ക് രാത്രി 7 മണിയാകുമ്പം കുടിക്കാനുള്ള എൻ്റെ അത്താഴം ഓട്സ് ആണ് കേട്ടോ. അതിനകത്ത് ഞാൻ പാലൊഴിക്കാറില്ല, പഞ്ചസാര ഇടാറില്ല, ഉപ്പിട്ട് കാച്ചും കേട്ടോ. നമ്മളൊരു 4 മണിയാകുമ്പോൾ തന്നെ ഒരു 2-3 സ്പൂൺ ഓട്സ് വെള്ളത്തിൽ ഇട്ട് 1 കപ്പ് വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ പിന്നെ കാച്ചി ഒരു 7 മണിയാകുമ്പോൾ ഞാൻ എൻ്റെ അത്താഴം കുടിക്കുമേ. അപ്പം അങ്ങനെ ആ പരിപാടികളെല്ലാം തീർത്തിട്ട് അടുത്ത് നമ്മൾ ഇൻ്റർലോക്ക് തൂക്കാനായിട്ട് ഇറങ്ങി. കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇൻ്റർലോക്ക് തൂക്കാൻ. ഇറങ്ങുമ്പോഴത്തേക്ക് അപ്പുറത്തെ ലച്ചുവിനെ ഐശ്വര്യ ചേച്ചിയൊക്കെ കാണുമ്പം കുറച്ച് നേരം നിന്ന് അവരൊക്കെ ആയിട്ട് സംസാരിക്കും കേട്ടോ. അങ്ങനെ ഇത്തിരി സമയം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ 6 മണിയായി. നമുക്കില്ല പറഞ്ഞാൽ എല്ലാവരുമായിട്ട് സംസാരിക്കുന്നതാണല്ലോ മനസ്സിനൊരു സന്തോഷം. അങ്ങനെ അതെല്ലാം സംസാരം എല്ലാം കഴിഞ്ഞ് വന്നതാണ്ട് നമ്മുടെ മിറ്റം തൂത്തിട്ടുണ്ട്. അപ്പം മിറ്റം ഇന്നലെയാണെങ്കിൽ ഞാൻ എല്ലാ പോച്ചയൊക്കെ പിച്ചിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് കിടക്കുവാണ്. അപ്പം മിറ്റം തൂപ്പും പരിപാടിയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ജോലി എന്താണെന്ന് ചോദിച്ചാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ. ഇപ്പം കർക്കിടകമാണെങ്കിലും വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മുളകും മല്ലിയൊക്കെ ഉണക്കേണ്ടവർക്ക് ഈ ഓണത്തിന് പെട്ടെന്ന് തന്നെ എല്ലാം ഉണങ്ങി കിട്ടും. അത്രയ്ക്ക് വെയിലുണ്ട്. വൈകുന്നേരം താണ്ടെ മേലൊക്കെ ഞാൻ കുളിച്ചിട്ട് വന്ന് വിളക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗായിരുന്നു, എൻ്റെ കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിരുന്നേ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്, ലൈക്ക് അടിക്കാൻ മറക്കരുത്, നമ്മുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇടാൻ മറക്കല്ലേ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.